മാറുന്ന പോരാട്ടങ്ങളുടെ യുദ്ധഭൂമിയാവുകയാണ് ചെമ്പരിക്ക ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനം. നവോദയ ചെമ്പരിക്ക പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ കേരളത്തിന്റെ കരുത്തരായ 10 ടീമുകൾ ഏറ്റുമുട്ടുകയാണ്. വേഗം കൊണ്ട്, കരുത്തുകൊണ്ട്, തന്ത്രങ്ങൾ കൊണ്ട് എതിരാളികളെ കളത്തിന് പുറത്താക്കാൻ അവരെത്തും. ഉദ്ഘാടന മത്സരത്തിൽ KKC കണ്ണൂരുമായി ചെമ്പരിക്ക നവോദയയുടെ ചുണക്കുട്ടികൾ ഏറ്റുമുട്ടുകയാണ്. എത്ര നനച്ചിട്ടാലും തീപാറുന്ന മൈതാന മധ്യത്ത് നവോദയയുടെ കരുത്തനായ വാവ നയിക്കുന്ന കബഡി കളി കാണുവാൻ നിങ്ങളേവരെയും ക്ഷണിക്കും. നശിപ്പിച്ചു. നല്ല മജ്ജായിട്ട് വന്നതാണ്. നീ ബാക്കി ബാങ്ക് കൊടുക്കണ കേട്ടില്ലേ? അത് അവിടെ നടന്നോളൂ. നീ വിളിച്ചേ വെറുതെ എന്ത് ഏർപ്പാടാണ് വേണ്ട. നിനക്ക് പറ്റില്ല കൊണ്ടുപോവാ. ഇന്ന് പോടാ, എനിക്കറിയാം. ഇന്ന് ഓട്ടോ ഇല്ലേ? ഇല്ല. വലിയ ഗമയിലാണല്ലോ. ചെമ്പരിക്കിലെ കരുത്തനായ വാവാന്നൊക്കെ പറയണ കേട്ടല്ലോ. ഉള്ളതാണോ? അദാനി ഉണ്ടായാലും അംബാനി ഉണ്ടായാലും നമുക്ക് എന്തായാലും ചോദിച്ചാ നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. ഷാജാനെ, അദാനിയെ പറ്റി പറയണ്ട ട്ടോ. അല്ല അദാനിന്റെ ആരാ? എടാ ജോയിച്ചൻ എന്നോട് കാര്യം ചോദിച്ചു, ഞാൻ കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞു. ഞാൻ നിന്നെ വല്ലതും പറഞ്ഞു, നിന്റെ പാർട്ടിക്കാരെ ബന്ധുക്കളെ വല്ലതും പറഞ്ഞ? അല്ല ഞാൻ അറിഞ്ഞില്ല അദാനിന്റെ മറ്റവനാണെന്നുള്ള കാര്യം. ഷാജാനെ, ഞാനും നിന്നെ ചോറ് തന്നെയാണ്. നീ എന്താ പറഞ്ഞതെന്നും ആരെ പറ്റി പറഞ്ഞതെന്നും എനിക്ക് മനസ്സിലാവും കേട്ടാ. ഞാൻ എന്ത് പറഞ്ഞു, ആരെ പറ്റി പറഞ്ഞു? എനിക്ക് മനസ്സിലാവും. എന്നെ മണ്ടരാക്കാൻ നോക്കുന്നത് വേണ്ട. നീ ഷാജഹാനെ, നീ നോക്കിക്കോ. എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടാ. എടാ, എന്റെ 10 രൂപയാണ് പോയത്. ഓന് വരണമെന്നുണ്ട്. പിന്നെ ഇവിടെ കാര്യത്തിൽ തീരുമാനമാക്കാതെ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടാണ്. അവളുടെ മൂത്തുപ്പാൻ വേണ്ടി ഒരു പയ്യൻ കോഴിക്കോട് വരണോ? വലിയ ഡിമാൻഡൊന്നും ഇല്ലെന്നാ പറയുന്നത്. നല്ല ചെക്കനാന്നാ പറഞ്ഞത്. നീ സുബൈർ ചെക്കന്റെ പടം ഒന്ന് കാണിച്ചു കൊടുത്തേ. അതെത്ര കാണിക്കാനൊന്നുമില്ല, കുഞ്ഞുമോള് കണ്ടതാ. നീ ഇങ്ങോട്ട് കാണിക്കാൻ. ഒരു മിനിറ്റ്. ഇവിടെ കാര്യം ഏതാണ്ട് ഉറപ്പിച്ച മട്ട. എവിടെ നിന്നെടുത്ത് കൊടുക്കാൻ 50 പവനൊക്കെ. ആഹാ, ഇതാ ചെക്കൻ. കൊള്ളാലോ. സുബൈർ വിളിച്ചപ്പോ കാര്യം പറഞ്ഞായിരുന്നു. എന്താടാ ചിരിക്കണേ? ഒന്നുമില്ല. ഈ ബിരിയാണി ചട്ടവും ഇല്ലേ, അതിന് കയ്യും കാലും വെച്ച പോലെ ഉണ്ട്. ഉമ്മ ഞാൻ പറഞ്ഞതല്ലേ, ഞാനത് ഡിലീറ്റ് ആക്കി കളയൂട്ടോ. നീ ഡിലീറ്റ് ആക്കിയിട്ട് കാര്യമില്ല. സുബൈർ ഇത് ഡിലീറ്റ് ആക്കൂല മോളെ. നിന്റെ കാര്യമില്ലേ കട്ടപ്പോകയാണ്. ഉമ്മ എടാ, നിനക്ക് ഏതാണ്ട് കളിയൊക്കെ ഉള്ളല്ലേ? പിള്ളേരെ തോളത്ത് കയറാതെ പോയേ. ഉള്ള കാര്യം പറഞ്ഞാണ് എന്റെ റൂബി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്നെ അങ്ങോട്ട് കെട്ടിക്കോ. നാട്ടുകാർ കല്ലി കൊല്ലും, അല്ലെങ്കിൽ ഞാൻ കെട്ടിയാനെ. കല്യാണത്തിന് കാര്യം എന്തായി? കണ്ടിട്ട് പോയി. ഇനി ബാക്കി നോക്കണം. നമുക്കറിയാം എങ്ങോട്ടാന്ന്. ഇവര് ഈ സുഖം ഇതുവരെ മാറിയില്ലേ? ഏത് കാര്യത്തിന് പോയാലും അതിനകത്തൊന്ന് കേറി ഇറങ്ങണം.